നമസ്കാരം. കല്യാണ വസ്ത്രങ്ങൾ ഒരുങ്ങി, ക്ഷണക്കത്തുകൾ തയ്യാറായി, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയായിരുന്നു ശ്രീലക്ഷ്മി എന്ന 27കാരി. ഏപ്രിൽ 2-ന് വിവാഹം നടക്കേണ്ടതാണ്. പക്ഷേ വിധി മറ്റൊരു രീതിയിലെത്തി. സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട അവരുടെ ജീവിതത്തിലേക്ക് ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണം കൂട്ടായി എത്തി. സഹോദരൻ ശ്രീനാഥിന്റെ ജീവനെടുത്ത അതേ ദുരന്തം മണിക്കൂറുകൾക്കകം അവളെയും കൊണ്ടുപോയി. ചേനപ്പാടി ഗ്രാമത്തെ ഒന്നാകെ കണ്ണീർ കയത്തിലാഴ്ത്തിയ ഈ ഇരട്ട മരണം ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകൾക്കും മുകളിലൂടെ വിധി തീർത്തെഴുതിയ ക്രൂരതയായി മാറി. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ജോലിക്കാരിയായ ശ്രീലക്ഷ്മി ഒരു ബന്ധുവിന്റെ കല്യാണം കൂടാൻ അവധിക്കെത്തിയതായിരുന്നു. സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നതായിരുന്നു സഹോദരൻ ശ്രീനാഥ്. 22 വയസ്സായിരുന്നു. പാല കടപ്പാട്ടൂർ ബൈപ്പാസിൽ വെച്ച് ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു ആ ദുരന്ത നിമിഷം അരങ്ങേറിയത്. വൈക്കം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ശ്രീനാഥും ശ്രീലക്ഷ്മിയും സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചിട്ട് റോഡിലൂടെ ഏറെ ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. അപകടത്തിന്റെ ഭീകരത അറിഞ്ഞെത്തിയ നാട്ടുകാർ ഞെട്ടലോടെയാണ് രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ റോഡിൽ കിടന്ന സഹോദരങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആരുടെയും പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ ശ്രീനാഥ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു ശ്രീലക്ഷ്മി. 27 വയസ്സാണ് ശ്രീലക്ഷ്മിക്ക്. പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കിട്ടാൻ നാട് മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. ഓരോ നിമിഷവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നാട്ടുകാരെയും ഒരു കുടുംബത്തെയും ഒന്നാകെ തകർത്തെറിഞ്ഞ് ശ്രീനാഥിന് പിന്നാലെ കഴിഞ്ഞ രാത്രി 10 മണിയോടെ ശ്രീലക്ഷ്മിയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരു മകൻ അപകടത്തിൽ മരിച്ച് മണിക്കൂറുകൾക്കകം മറ്റൊരു മകളും അതേ അപകടത്തിന്റെ പിടിയിൽ അകന്ന വേദനയിലാണ് ആ കുടുംബം. ചേനപ്പാടി കിഴക്കേക്കരയിലുള്ള വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിക്ക് ഇരുവരുടെയും അന്ത്യകർമ്മങ്ങൾ നടന്നു. അതേസമയം ചികിത്സയിലായ സമയം തൊട്ട് പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു കുടുംബവും നാട്ടുകാരും. എന്നാൽ പിന്നീട് വൈകി മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുതരമായി തന്നെ ശ്രീലക്ഷ്മിക്ക് പരിക്കേറ്റിരുന്നു. സഹോദരിയെ കൊണ്ടുവരാൻ പോയ സമയത്താണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചത്. അതേസമയം തിരുവനന്തപുരത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് ദാരുണമായി മരിച്ചു. യുവാവിന്റെ പിന്നിലിരുന്ന അമ്മയെ ഗുരുതരമായ പരുക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആര്യനാട് പള്ളിവേട്ട പത്മവിലാസത്തിൽ ഗോപന്റെയും സജിത റാണിയുടെയും മകൻ അതുൽ കൃഷ്ണനാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. അതുലും അമ്മയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. കാട്ടാക്കട പൂവച്ചൽ റോഡിൽ നക്രാം ചിറയ്ക്കടുത്തുള്ള വളവിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് അപകടമുണ്ടായത്. അതുലും അമ്മയും സ്കൂട്ടറിൽ സഞ്ചരിക്കവേ പെട്ടെന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അതുലിന്റെ അമ്മ സജിത റാണി കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.